വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഞാനിന്നിപ്പോൾ ഇരിക്കുന്നത് ഞാനും ശിഖയുണ്ട്. ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് KTDCയുടെ മാസ്കറ്റ് ഹോട്ടലിലാണ് വന്നേക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ചെവിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ എപ്പോഴും കേൾക്കും മസ്കറ്റ് ഹോട്ടൽ. അപ്പം പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ഈ മാസ്കറ്റ് ഹോട്ടലിനെയാണ് ഈ മസ്കറ്റ് ഹോട്ടൽ കൊണ്ട് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഹെറിറ്റേജ് ബിസിനസ് ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. 100 വർഷത്തെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഈ ഹോട്ടൽ ഇവിടെ ഉള്ളതാണ്. അപ്പം ഇപ്പോൾ ഇവരിതെല്ലാം റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും ശരിക്കും ഇപ്പോൾ ഇവിടെ ബുഫേ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ ലഞ്ചാണ് ഞങ്ങൾ കഴിക്കാൻ വന്നേക്കുന്നത്, ലഞ്ച് ബുഫേ. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ബുഫേ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് പറ്റുന്ന പോലെ ഞാൻ ഈ ഹോട്ടൽ ഒന്ന് കാണിച്ചു തരാം. അപ്പം മാസ്കറ്റ് ഹോട്ടലിൻ്റെ കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് പോയാലോ. അപ്പോൾ ഡൊമിനിയോ ദീപക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം സിറ്റിയിൽ PMG ജംഗ്ഷനിൽ തന്നെയാണ് നമ്മളുടെ ഈ മാസ്കറ്റ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ഓഫ് ദ സിറ്റി തന്നെയാണ്. ഇപ്പോൾ സിറ്റിയുടെ നടുവിൽ തന്നെ ഭയങ്കര തലയെടുപ്പോട് കൂടിയാണ് ഈ ഒരു ഹോട്ടൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നിറയെ മരങ്ങൾ അതുപോലെ ചെടികളെല്ലാം വെച്ചേക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഈ ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ KTDCയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റാർ ഹോട്ടൽ ആയിട്ട് കണക്കാക്കാം. ഇതൊരു 5 സ്റ്റാർ ഹെറിറ്റേജ് ബിസിനസ് ഹോട്ടലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ട്രിവാൻഡ്രത്ത് മറ്റൊരു 5 സ്റ്റാർ ഹെറിറ്റേജ് ബിസിനസ് ഹോട്ടലായിട്ട് ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആക്ച്വലി ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് നമ്മളുടെ ട്രാവൻകൂർ ആർമി അവരുടെ മിലിറ്ററി ക്യാമ്പായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഏരിയയാണ്. പിന്നീടാണ് ഇവിടെ ട്രാവൻകൂർ ഫാമിലി World War I ശേഷം ഇവിടെ ഹോട്ടൽ പണിയുന്നതും അത് പിന്നീട് KTDC ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് 100 വർഷം പിന്നിട്ടേക്കുന്ന ഒരു ഹോട്ടലാണ്. ഈ KTDCയുടെ ഈ മാസ്കറ്റ് ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ 2019 അവരുടെ സെൻറ്റിനറി സെലിബ്രേഷനൊക്കെ ചെയ്തായിരുന്നു. അന്ന് ഹോട്ടലൊക്കെ റിനോവേറ്റ് ചെയ്തു. രണ്ടാമത് അത് കംപ്ലീറ്റ് റിനോവേറ്റ് ചെയ്ത് കംപ്ലീറ്റ് റീവാമ്പ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫോമിലോട്ട് അയക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ടൊന്ന് നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യണം. ഇവിടെ താമസിക്കുന്ന ഗസ്റ്റുകൾക്ക് ശരിക്കും മോർണിംഗ് വാക്കിനൊന്നും വെളിയിലോട്ടൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നല്ല തണൽ വിരിച്ച മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു പോർട്ടിക്കോ ഏരിയ കണ്ട. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട്, ഹോട്ടലിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയാലോ. ഞാൻ ഉച്ച സമയം ആയതുകൊണ്ട് കൂടുതലായിട്ട് ഇനി ഇവരുടെ വെളിയിലുള്ള കാഴ്ചകൾ കാണിക്കുന്നില്ല. കുറേ ഏരിയ ഉണ്ട് കേട്ടോ വെളിയിലോട്ട് നടക്കാനാണെങ്കിൽ. നമുക്കൊരു പണിയാണ്, നമുക്കിനി അകത്തോട്ട് പോയിട്ട് അകത്തെ ഹോട്ടലിൻ്റെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം. കയറി വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു പ്രൗഢിയാണ്. ആ ഒരു ഹെറിറ്റേജ് ലുക്ക് തന്നെയാണ്. ഇതിൻ്റെ ആ സീലിംഗ് ഒക്കെ കണ്ടോ അവർ ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സീലിംഗ് ആണ്. പിന്നെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ലോബി കണ്ടോ, ആ ഏരിയ കണ്ടോ. ഇതാ പണ്ട് പണിഞ്ഞേക്കുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹൈറ്റൊക്കെ ഡബിൾ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലൊക്കെയാണ് ഇവർ ചെയ്തേക്കുന്നത്. ശരിക്കും കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ശരിക്കും ആ ഒരു രാജകീയ ഫീൽ. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ, 100 years ഓഫ് മാസ്കറ്റ് ഹോട്ടൽ. 2019 ശരിക്കും ഇവരുടെ 100 വർഷം കംപ്ലീറ്റ് ആയത്. പിന്നെ ഇതുവഴി നമുക്ക് നേരെ ഉള്ളിലോട്ട് കടക്കാം. കംപ്ലീറ്റ് വുഡാണ് കേട്ടോ, ഒരുവിധം ഏരിയ കംപ്ലീറ്റ് വുഡാണ്. ഇത് റുബയ്യാത്ത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബാറാണ്. ബിൽഡിങ്ങിന് നല്ല പഴക്കം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ എല്ലാം നല്ല നീറ്റ് ആൻഡ് വെൽ അറേഞ്ച്ഡ് ആണ്. ഞാൻ ബാറിൻ്റെ കൂടുതൽ ഉള്ളിലോട്ട് പോകുന്നില്ല, കാര്യം അവിടെ കുറേ ഗസ്റ്റുകൾ ഇരിപ്പുണ്ട്. നമുക്കിനി നേരെ റെസ്റ്റോറൻറ്റിലോട്ട് തന്നെ പോവാം. റെസ്റ്റോറൻറ്റിൽ ബുഫേ ലഞ്ച് അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബുഫേക്ക് അവർ ലഞ്ച് ബുഫേ അവർ ചാർജ് ചെയ്യുന്നത് 1000 per head ആണ്, ഇൻക്ലൂസീവ് ഓഫ് ടാക്സസ് എന്നാണ് അവർ പറഞ്ഞത്. കണ്ടോ, ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ റഷൊന്നും ആയിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. നല്ല രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പ്രൈവസിയോടുകൂടി അത്യാവശ്യം സ്പേസിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവർ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ഇവരുടെ ബുഫേ കൗണ്ടറാണ്. ഇവിടെയാണ് ഇവരുടെ ബുഫേ ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവരത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള കാഴ്ചകളും കൂടെയൊക്കെ ഒന്ന് കാണാം. കണ്ടോ, പല ഏരിയയിലായിട്ടാണ് ഇവരിങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പുറത്തോട്ട് ഇറങ്ങി നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ലോണുണ്ട്. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിലാണ് നമുക്ക് ഫുഡ് കഴിക്കേണ്ടതെങ്കിൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ ടേബിൾസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നൈറ്റിലാണെങ്കിൽ ഈ കാണുന്ന ലോണിൽ അവർ ടേബിൾസ് സെറ്റ് ചെയ്ത് തരും നമുക്ക് ഇരിക്കാനായിട്ട്.
എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ. അതേ അവിടെ ശിഖ അകത്ത് ഇരിക്കുന്നത് കണ്ടോ. അപ്പം ഞാനിങ്ങനെ അകത്ത് കയറി വന്നു. നമുക്കിനി പതുക്കെ ഫുഡ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇവരുടെ ഇന്നത്തെ ബുഫേ ലഞ്ചിൻ്റെ മെനു ആണ് ഇവിടെ വെച്ചേക്കുന്നത്. നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആദ്യം ഇവരുടെ ഈ ഒരു സ്പ്രെഡ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഓരോ ഐറ്റംസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, കാര്യം ഇവിടെ എല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നിച്ച് നടന്ന് കംപ്ലീറ്റ് സ്പ്രെഡ് ആദ്യം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സാലഡ് സെക്ഷൻ കഴിയുന്ന ഉടനെ ഇവിടെ കുറേ റെയ്ത്ത, പിക്കിൾ, കേർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. അത് കഴിയുന്ന ഉടനെ 2 സൂപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് നോൺ വെജ്, ഒന്ന് വെജും ആണ്. പിന്നെ ജ്യൂസ് താല്പര്യമുള്ളവർക്ക് ഇവിടെ 2 ടൈപ്പ് ജ്യൂസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബാക്കി ഇവരുടെ ഡിഷസ്, മെയിൻ കോഴ്സ് ഡിഷസ് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് നോക്കാം. നല്ല മണം അടിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവച്ചല്ലേ ഉള്ളൂ. ഇത് മാസ്കറ്റ് ചിക്കൻ. ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ സിഗ്നേച്ചർ ഡിഷായിരിക്കും. കപ്പ മീൻകറി എന്നും എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇനി ഇങ്ങോട്ടേക്ക് കുറേ നാടൻ ഫുഡെല്ലാം ഉണ്ട്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഈ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അതുപോലെ ചൈനീസ് അങ്ങനെയുള്ള കോണ്ടിനെൻ്റൽ ഡിഷസ് എല്ലാത്തിൻ്റെയും ആവശ്യത്തിനുള്ള സ്പ്രെഡ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഡെസേർട്ട് സെക്ഷനാണ്. ഒരുപാട് ഐറ്റംസ് ആയിട്ട് ഇവിടെ ഡെസേർട്ടിൽ അവർ വെച്ചിട്ടില്ല. പക്ഷേ ഉള്ളതെല്ലാം എനിക്ക് കണ്ടിട്ട് വളരെ ടെംപ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അതെ, ഇവിടെ പായസമൊക്കെ ഉണ്ട്. അതുപോലെ ക്യാരറ്റ് ഹൽവയും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇവരുടെ ഈ ഒരു ലഞ്ച് ബുഫേ. സ്പ്രെഡ് കംപ്ലീറ്റ് കണ്ടു തീർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ ഇവരുടെ ഫുഡ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം സൂപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചിക്കൻ സൂപ്പാണ് എടുത്തേക്കുന്നത്. ചിക്കൻ കോൺ കൊറിയാണ്ടർ സൂപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം അതിനിടയിൽ ഇവരുടെ ചീഫ് ഷെഫ് അരുണാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അദ്ദേഹമായിട്ട് കുറച്ച് നേരം ഇവിടുത്തെ മെനുവിൻ്റെ കാര്യവും എല്ലാം ഒന്ന് സംസാരിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ ഇത് ബാറിൽ മാത്രമല്ല, റെസ്റ്റോറൻറ്റിലും ഇവർ ലിക്കർ, അതുപോലെ ബിയർ, വൈൻ എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ഞാനൊരു ബിയർ വാങ്ങിച്ച് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇവരുടെ ചിക്കൻ കോൺ കൊറിയാണ്ടർ സൂപ്പ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഇരുന്ന കുറച്ച് സാലഡ്സും അതുപോലെ ഇവരുടെ കുറച്ച് സൈഡ് ഡിഷസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സൂപ്പ് നല്ല ചൂടാണ്, നല്ല സ്റ്റീമിങ് ഹോട്ടായിട്ടുള്ള സൂപ്പാണ്. നല്ല ചൂടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. ആ കൊറിയാണ്ടറിൻ്റെയൊക്കെ അതുപോലെ കോൺ എല്ലാം കൂടെ മിക്സ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ട്. സൂപ്പിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് അസോർട്ടഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ബീഫാണേ. ബീഫ് കൊള്ളാം കേട്ടോ. ഇതൊരു കോട്ടയം സ്റ്റൈൽ പ്രിപ്പറേഷനാണ്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, നല്ല കുരുമുളകിൻ്റെ എരിവൊക്കെ വരുന്നുണ്ട്. ഇനി അതുപോലെ ഇത് ഇവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരുടെ സിഗ്നേച്ചർ ഡിഷായ മാസ്കറ്റ് ചിക്കൻ എന്ന് പറഞ്ഞ് നേരത്തെ കണ്ടല്ലോ. ആ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓവർ സ്പൈസി അല്ല, കൊള്ളാം കേട്ടോ അതും. അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ്, കോളിഫ്ലവർ എല്ലാം എടുത്തു. അതും ഈ സൂപ്പും കൂടെ ആയപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ. ഏതായാലും ഇതുവരെ കഴിച്ച ഐറ്റംസൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ശിഖയുടെ പ്ലേറ്റ് ആണ്. ഇതിനകത്തൊരു ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഹക്ക നൂഡിൽസ്, പാസ്തയുണ്ട്, പിന്നെ പ്രോൺസിൻ്റെ ഒരു ഫ്രൈഡ് റൈസും ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് തൽക്കാലം ശിഖ കഴിക്കുന്നത്. പാസ്ത അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചില്ല, ഞാൻ വേറെ ഐറ്റംസൊക്കെ ആണല്ലോ കഴിക്കുന്നത്. ഇവിടെ ഇരുന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ സൂപ്പറാണ് കേട്ടോ. നല്ല ആ പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി ഞാൻ ഇവരുടെ ആ ഒരു ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഇവരുടെ ആ മാസ്കറ്റ് ചിക്കനും എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ഇനി ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ടിപ്പിക്കലായിട്ടുള്ള ആ തലശ്ശേരി ബിരിയാണിയുടെ ടേസ്റ്റ് അല്ല വരുന്നത്, പക്ഷേ വേറെ ഏതോ ഒരു ടൈപ്പ് ബിരിയാണിയാണ്. എനിക്ക് ഷെഫിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ചോദിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേക ഫ്ലേവറിലുള്ള ബിരിയാണിയാണ്. ചൂട് ബിരിയാണി പെട്ടെന്ന് കഴിച്ചു തീർത്തു. ഞാൻ അടുത്ത ഐറ്റത്തിലോട്ട് കൈവയ്ക്കുകയാണ്. ഇനി എൻ്റെ ആ ഒരു ഫേവററ്റ് കോമ്പിനേഷനിലോട്ട് ഞാൻ പോവുകയാണ്. എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് തന്നെയാണ്
കപ്പ വിത്ത് മീൻ കറി, നെയ്മീൻ കറിയാണ്. കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിങ്, നല്ല മണവും വരുന്നുണ്ട്. ഭയങ്കര ചൂടുണ്ട് കേട്ടോ, ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. നല്ല കിടു ടേസ്റ്റ്, നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ആ ഒരു മീൻ കറിയും കപ്പയും എന്താ കോമ്പിനേഷൻ എന്നറിയോ. ഇതിനിടയിൽ ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസും കൂടെ എടുത്തായിരുന്നു. ശിഖയും ഞാൻ കപ്പയും മീൻകറിയും കഴിക്കുന്ന കണ്ടപ്പോൾ ശിഖയും പോയി കപ്പയും മീൻകറിയും എടുത്തു. ഇവിടുത്തെ ആ നാടൻ കറികളും മീൽസും കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് ടെംപ്റ്റിങ് ആയിപ്പോയി കേട്ടോ. അതൊന്ന് കഴിക്കാമെന്ന്. എനിക്ക് വയർ അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ബിരിയാണിയൊക്കെ കഴിച്ച് നന്നായിട്ട് വയറ് നിറഞ്ഞതാണ്. പക്ഷേ ഈ ചോറും നാടൻ കറികളും കണ്ടപ്പോൾ അതുകൂടെ കഴിക്കാൻ തോന്നി. അതിൻ്റെ കൂടെ ഞാൻ ആ ബീഫും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. കൊള്ളാം കേട്ടോ, നല്ല ഒരു നാടൻ മീൽസ് കഴിക്കുന്ന ഫീല് കിട്ടുന്നുണ്ട്. ഉച്ച സമയത്ത് ചോറും കറികളും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അതൊരു ടെംപ്റ്റേഷനാണ് അത് കഴിക്കാനായിട്ട്. നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചെങ്കിലും ഈ ഡെസേർട്ട്സ് കൂടെ കഴിക്കാതെ എങ്ങനെയാണ് ബുഫേ ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു സ്ട്രോബെറി പേസ്ട്രി എടുത്തു, ഒരു ചോക്ലേറ്റ് കേക്കും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മൂസ് എടുത്തായിരുന്നു, പിന്നെ ഇതേ ഒരു കരാമൽ കസ്റ്റേർഡ്. കരാമൽ കസ്റ്റേർഡ് എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡെസേർട്ട് ഐറ്റമാണ്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ശിഖ എനിക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കി തരാറുമുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത അതേപോലെ തന്നെയാണ്. നല്ല മെൽറ്റ് ചെയ്ത് അതങ്ങ് ഇറങ്ങിപ്പോകുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇത് വേണമെന്ന് വെച്ചാൽ ഒരു 2-3 ഒക്കെ എടുത്ത് വെച്ച് കഴിക്കാൻ സാധിക്കും. സൂപ്പറായിട്ടുണ്ട്. വയറ് നല്ല ഫുള്ളാണ്. എന്നാലും ഈ പേസ്ട്രീസ് ഒക്കെ കാണുമ്പോൾ ഇത് ശരിക്കും നല്ല ടെംപ്റ്റിംഗ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രോബെറി പേസ്ട്രി, അതുപോലെ തന്നെ ഈ ഒരു പ്രാലിൻ മൂസ് എല്ലാം നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് കാണുന്നത് പോലെ തന്നെയാണ്. അതിൻ്റെ ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചീഫ് ഷെഫ് അരുണിന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഇത്രയും നല്ല ഒരു അടിപൊളി ബുഫേ ഇവിടെ അറേഞ്ച് ചെയ്തതിന്. ഷെഫ് അരുണിന് മാത്രമല്ല കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും, റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന സ്റ്റാഫാണെങ്കിലും റിസപ്ഷനിലും ലോബിയിലും ഈവൻ സെക്യൂരിറ്റി ചേട്ടൻ പോലും എല്ലാവരുടെയും ഹോസ്പിറ്റാലിറ്റി നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 5 സ്റ്റാർ ഹെറിറ്റേജ് ബിസിനസ് ഹോട്ടലിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഇവിടുത്തെ സ്റ്റാഫ് കാണിക്കുന്നുണ്ട്. അപ്പം വളരെയധികം സന്തോഷമുണ്ടായി. കാര്യം നല്ല രീതിയിലുള്ളൊരു ബുഫേ കഴിക്കാൻ പറ്റി. പിന്നെ എനിക്കിവിടെ ആദ്യം ഇത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ മിസ്റ്റർ സുധി എന്ന് പറയുന്ന സ്റ്റാഫാണ്. അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനും എല്ലാ സ്റ്റാഫിനും വളരെയധികം താങ്ക്സ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു രാജകീയമായിട്ട് തന്നെ ഇവിടെ വന്നൊരു ബുഫേ കഴിച്ചിട്ട് നല്ല മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബുഫേ ഒക്കെ കഴിച്ചു. വയറ് നല്ല ശരിക്കും ഹെവി ആയിപ്പോയി. അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് കഴിച്ചു. ഇതിനകത്ത് നമുക്ക് കുറച്ച് കോണ്ടിനെൻ്റൽ ഡിഷസ് ഉണ്ട്, പിന്നെ കുറച്ച് റീജിയണൽ ഡിഷസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഉള്ളൊരു മിക്സ് ആയതുകൊണ്ട് എനിക്ക് ആ ഇവിടുത്തെ ചോറും കറികളും കണ്ടപ്പോൾ അത് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ ചോറും കൂടെ എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ഹെവി ആയിപ്പോയി. പക്ഷേ ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ നാടൻ കറികളെല്ലാം തനി നാടനായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ബീഫ്, ചിക്കൻ, ഫിഷ് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. ഒട്ടും ഓവർ സ്പൈസി ഒന്നുമല്ല. നമുക്ക് ഇഷ്ടപ്പെടും, ഈ ഒരു ബുഫേ നമുക്ക് ഇഷ്ടപ്പെടും. ആ രീതിയിൽ തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഒരു ലഞ്ച് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി പതുക്കെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഈ വീഡിയോ? ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻസ് കൂടെ തരിക. മറ്റൊരു സൂപ്പർ വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.